അല്ലദീന കഫറു, ഈമാനില്ലാത്ത ജനങ്ങൾ, അഅമാലുഹും കസറാബിൻ ബിഖീഅത്തിൻ യഹ്സബുഹുൽ ളംആനു മാഅ, മരുഭൂമിയിൽ അങ്ങകലെ നട്ടുച്ച വെയിലത്ത് കാണുന്ന മരീചിക പോലെ ദാഹിക്കുന്നവന് തോന്നും വെള്ളമാണെന്ന്. സമീപത്ത് ചെന്നാൽ അറിയാൻ കഴിയും വെള്ളമില്ല, വെറും മരീചികയാണ്. ഇതുപോലെ ഈമാനില്ലാത്തവൻ ചെയ്യുന്ന കർമ്മം, അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസമില്ലാത്തവൻ ചെയ്യുന്ന കർമ്മം, അതവന്റെ കൂടെ പാരത്രിക ലോകത്ത് ലഭ്യമല്ല. ഭൗതിക ലോകത്ത് ഒരുപക്ഷേ അതിന്റെ ചില നേട്ടങ്ങൾ അവന് കൊയ്യാൻ സാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞ മനുഷ്യൻ അവൻ ചെയ്യുന്ന സൽക്കർമ്മമാണ് ഫലവത്താകുന്നത്, എന്റെ കൂടെ ഉണ്ടാകുന്നത്. അത് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ ഞാൻ സൽക്കർമ്മങ്ങളിൽ തന്നെ നിരതനാവുകയാണ്. മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹസമേ, നീ 8 കാര്യമല്ലേ പഠിച്ചത്, ഇത് തരക്കേടില്ല. രണ്ടാമത്തെ വിഷയം നീ എന്റെ മുമ്പിൽ സമർപ്പിക്കൂ. മഹാനായ ഹസമുൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അല്ലാഹുവിന്റെ ഒരു വചനം ഞാൻ ചിന്തിച്ചു നോക്കി. അമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കണം എന്ന വിഷയം ഓർമ്മിച്ചുകൊണ്ട് പടച്ചവന്റെ മുമ്പിലുള്ള നൃത്തത്തെ ആരാണോ ഭയപ്പെടുന്നത്, ആ നിലക്ക് ആരാണോ അവന്റെ ശരീരത്തെ അവന്റെ തടീച്ചയിൽ നിന്ന് തടഞ്ഞു വെക്കുന്നത്, ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, സ്വർഗം അവരുടെ സങ്കേതമാണ് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കി, ഫഅലിംതു അന്ന ഖൗലഹു സുബ്ഹാനഹു, അല്ലാഹുവിന്റെ വാക്ക് ഹുവൽ ഹഖ്, അതാണ് യാഥാർത്ഥ്യം, അല്ലാഹു പറഞ്ഞതാണ് സത്യമെന്ന് ഞാൻ ഉറപ്പിച്ചു. ഫജിഹത്തു നഫ്സി ഫീ ദഫ്ഇൽ ഹവാ ഹസ്തഖറത അലാ തആത്തില്ലാഹ്. അല്ലാഹു പറഞ്ഞ വാക്ക് അത് സത്യമാണെന്ന് ഉറപ്പിച്ച ഞാൻ എന്റെ ശരീരവുമായി ഞാൻ മല്ലടിച്ചു. എന്റെ ശരീരവുമായി ഞാൻ മല്ലടിച്ചുകൊണ്ട് അതിന്റെ തടീച്ചകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നതിന് പകരം ഞാനതാ എന്റെ ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. അങ്ങനെ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എന്റെ ശരീരം എനിക്ക് വഴിപ്പെട്ട് കിട്ടി. അങ്ങനെയാണ് ഞാൻ പ്രവർത്തന രംഗത്ത് മുന്നേറിയിട്ടുള്ളത്. ഓ സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം പറഞ്ഞല്ലോ, ഇസ്തഹിയൂ മിനല്ലാഹി ഹഖൽ ഹയാ, അല്ലാഹുവിങ്കൽ നിന്ന് നിങ്ങൾ അതാ ശരിയായ നിലയ്ക്ക് ലജ്ജയോടെ ജീവിക്കണം. അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ലജ്ജയുണ്ടാകണം. സഹാബത്ത് പറഞ്ഞു, ഇന്നാ നസ്തഹീ മിനല്ലാഹി യാ നബിയല്ലാഹ് വൽഹംദുലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ ലജ്ജയോടെ ജീവിക്കുന്നവരാണ് നബിയെ. സഹാബത്ത് പറയുമ്പോൾ ശ്രദ്ധിച്ചാണ് മറുപടി പറഞ്ഞത്, ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ ലജ്ജിക്കേണ്ടതുപോലെ ലജ്ജിക്കേണ്ട മുറപ്രകാരം പടച്ചവന് മുമ്പിൽ ലജ്ജയുള്ളവരായി ജീവിക്കണമെന്ന് പറഞ്ഞപ്പോ, അതേ ലജ്ജയുടെ മുറപ്രകാരം ഞങ്ങൾ ലജ്ജയോടെ ജീവിക്കുന്നുവെന്ന് സഹാബത്ത് പറഞ്ഞിട്ടില്ല. കാരണം ചെറിയ ന്യൂനതകളോ അപാകതകളോ പാളിച്ചകളോ ഇല്ലെന്ന് പറയാൻ അതാ അവർ ധൈര്യം കാണിക്കുന്നില്ല. താഴ്മയോടുകൂടി സഹാബത്ത് അതാ പറയുന്നു, നബിയെ, ഞങ്ങൾ അല്ലാഹുവിൽ ലജ്ജയോടെ ജീവിക്കുന്നവരാണ്, അതിന്റെ മുറപ്രകാരമായി എന്ന് ഞങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ മുമ്പിൽ ലജ്ജയോടെ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തന്നതിന് സർവസ്തുതിയും അവനാണ്. അത് ഞങ്ങളെ പവറല്ല, ഞങ്ങളെ ശക്തിയല്ല, ഞങ്ങളുടെ കഴിവല്ല,
ഞങ്ങൾ വലിയ ആത്മശുദ്ധിയുള്ളവരാണെന്ന് അവകാശവാദം പറയുന്നില്ല. വൽഹംദുലില്ലാഹ്. ഏത് വിഷയത്തിനും സ്തുതിക്കപ്പെടേണ്ടവൻ അല്ലാഹുവാണ്. അവന്റെ വകയിലല്ലാതെ, അവനിൽ നിന്നല്ലാതെ ഒന്നും ലഭിക്കുന്നില്ലല്ലോ. വൽഹംദുലില്ലാഹ്. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞ ഒരു മനുഷ്യൻ, അവനെപ്പോഴും അവന്റെ ചിന്ത അല്ലാഹ് 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 എന്ന ചിന്തയാണ്. ആ ചിന്ത ഒരു മനുഷ്യന്റെ മനസ്സിൽ വന്നാൽ മിനല്ലാഹ് ലില്ലാഹ് അനില്ലാഹ് ബില്ലാഹ് മഅല്ലാഹ് അലല്ലാഹ് അല്ലാഹ് 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 അല്ലാഹ്. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞൊരു മനുഷ്യൻ, അവനെപ്പോഴും അവന്റെ ചിന്ത ഏത് വിഷയം ലഭിക്കുന്നുവെങ്കിലും കുല്ലും മിൻ ഇൻദില്ലാഹ്, എന്ത് ലഭിക്കുന്നുണ്ടെങ്കിലും അത് അല്ലാഹുവിങ്കൽ നിന്നാണ്. എന്റെ പവർ കൊണ്ടോ, ശക്തി കൊണ്ടോ, എന്റെ സാമർഥ്യം കൊണ്ടോ, അറിവ് കൊണ്ടോ, എന്റെ ആരോഗ്യം കൊണ്ടോ, പണം കൊണ്ടോ, അധികാരം കൊണ്ടോ, സ്വാധീനം കൊണ്ടോ ഇവിടെ ഒന്നും തന്നെ നേടാൻ കഴിയില്ല. കുല്ലും മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാണ് മുഴുവൻ വിഷയങ്ങളും ഉണ്ടാകുന്നത്. അതുറപ്പിച്ച് വിശ്വസിക്കുന്നവനാണ് അല്ലാഹുവിൽ വിശ്വസിച്ചവൻ. അങ്ങനെയുള്ള മനുഷ്യൻ അവൻ ഏത് വിഷയങ്ങൾ ചെയ്യുമ്പോഴും അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ടാണ് അവന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഏത് വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോഴും, ഏത് വിഷയം ചിന്തിക്കുമ്പോഴും അവനതാ ഉറപ്പിച്ചിരിക്കുന്നു ലില്ലാഹ്. മുഴുവൻ വിഷയങ്ങളും അല്ലാഹുവിന് വേണ്ടിയാകണം, എങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അതേ, അല്ലാഹുവിനാണ് മുഴുവൻ വിഷയത്തിന്റെയും ക്രെഡിറ്റ്, എന്റെ കഴിവ് കൊണ്ടല്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ഏത് കാര്യം നേടുമ്പോഴും അവന്റെ മനസ്സിന് ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് ലഭിച്ചതാണെന്നല്ലാതെ എന്റെ കഴിവ് കൊണ്ട് പ്രാപ്തി കൊണ്ടെന്നൊരു ചിന്ത അവന്റെ മനസ്സിലില്ല. അവൻ ഏത് വിഷയം പറയുമ്പോഴും അനില്ലാഹ്, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള പറച്ചിലല്ലാതെ അവന് പറയാനില്ല. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യൻ അവനെപ്പോഴും അല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ കൂടെയാണ്. അതേ, ഏത് വിഷയത്തിലും അവൻ അല്ലാഹുവിന്റെ കൂടെയാണ്. അവന്റെ ചിന്ത എപ്പോഴും അല്ലാഹുവിന്റെ കൂടെയാണ്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു സാഹിബി, അല്ലാഹു മഈ. മഹാനായ ഗൗസുല്ലാഹ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞത് അതാണ്. അല്ലാഹു എനിക്കെന്നും ഹാജറുള്ളവനാണ്, അവൻ എന്റെ മുഴുവൻ വിഷയങ്ങൾക്കും സാക്ഷിയാണ്. അതേ, അല്ലാഹു ജല്ല ജലാലുഹു, അവൻ എന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിർ. സഹാബികൾ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അവരേത് വിഷയം പറയുമ്പോഴും ദിക്ർ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അവരെ സംസാരം. കേട്ടിട്ടില്ലേ നിങ്ങൾ? ഏത് വിഷയം പറയുമ്പോഴും അവരുടെ സംസാരം അങ്ങനെയാണ്. സഹാബത്തിന്റെ മറുപടിയാണ് ഇന്നാ നസ്തഹീ ബിനല്ലാഹി നബിയല്ലാഹ്, അല്ലാഹുവിന്റെ നബിയായവരെ ഞങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ ലജ്ജയോടെ ജീവിക്കുന്നവരാണ്. വൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അത് ഞങ്ങളുടെ ക്രെഡിറ്റ് അല്ല, അത് അല്ലാഹു തആല ഞങ്ങൾക്ക് തന്ന തൗഫീഖാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറയുന്ന മറുപടി ലൈസ ദാലിക, അത് മുറപ്രകാരം ലജ്ജയോടുകൂടെ ഉള്ള ജീവിതമല്ല. നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ ലജ്ജയോടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞത് ശരി, പക്ഷേ മുറപ്രകാരം ലജ്ജയോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വലാകിൻ മൻ ഇസ്തഹ്യാ മിനല്ലാഹി ഹഖൽ ഹയാഇ, വല്ല മനുഷ്യനും അല്ലാഹുവിന്റെ മുമ്പിൽ ശരിയായ നിലയ്ക്ക് ലജ്ജയോടുകൂടെ ജീവിക്കുന്നുവെങ്കിൽ
فليحفظ الرأس وما وعى وليحفظ البطن وما حوى وليذكر الموت والبلاء ومن أراد الآخرة ترك زينة الدنيا ومن فعل ذلك فقد استحيا من الله حق الحياء. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിൽ നിന്ന് ശരിയായ നിലക്ക് ലജ്ജയോടെ ഒരു മനുഷ്യൻ ജീവിക്കുന്നുവെങ്കിൽ അവന്റെ തല അവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ആ തല ഉൾക്കൊള്ളുന്ന വസ്തുക്കൾ, അവന്റെ കാതും അവന്റെ കണ്ണും അവന്റെ നാവും അവന്റെ തൊള്ളയും അവന്റെ മൂക്കും അതെല്ലാം അവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. തലയും തല ചുറ്റിപ്പറ്റി നിൽക്കുന്ന തല ഉൾക്കൊള്ളുന്ന മുഴുവൻ വസ്തുക്കളും അവൻ സൂക്ഷിക്കട്ടെ. അവന്റെ വയറ് അവൻ സൂക്ഷിക്കട്ടെ. ആ വയറ്റിൽ അവൻ ഹറാമ് തിന്നരുത്, അല്ലാഹു ഹലാലാക്കാത്തത് കഴിക്കരുത്. അതുപോലെ തന്നെ അതിന്റെ ചുറ്റുഭാഗത്തുള്ള അവന്റെ ഗുഹ്യസ്ഥാനങ്ങൾ അവൻ സൂക്ഷിക്കട്ടെ. അവന്റെ കാലുകൾ സൂക്ഷിക്കട്ടെ, അവന്റെ കൈകൾ സൂക്ഷിക്കട്ടെ, അതിന്റെ തൊട്ടടുത്തുള്ള മനസ്സ് സൂക്ഷിക്കട്ടെ. ഇതെല്ലാം അവൻ സൂക്ഷിക്കണം. അപ്പോഴാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ലജ്ജയുള്ളവനായി ജീവിക്കുന്നവനാകുന്നത്. വമൻ അറാദൽ ആഖിറത, വല്ലവനും പാരത്രിക ലോകം ഉദ്ദേശിക്കുന്നുവെങ്കിൽ തറക സീനത ദുനിയ, ഭൗതിക ലോകത്തിന്റെ ആഡംബരങ്ങൾ അവൻ കൈയൊഴിക്കട്ടെ. വമൻ ഫഅല ദാലിക, അങ്ങനെ വല്ലവനും ചെയ്താൽ ഫഖദ് ഇസ്തഹിയാ മിനല്ലാഹി ഹഖൽ ഹയാ, അവനാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ശരിയായ നിലയ്ക്ക് ലജ്ജ പ്രകടിപ്പിച്ച് ജീവിച്ചവൻ.